കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് തോരൻ വയ്ക്കാനാണ് ഞാൻ പോകുന്നത്. തോരൻ വെച്ചതിന് ശേഷം കാണിക്കാം. അതായത് ഇത് വരുടെ കണവയാണ്. കണവയെന്നും അല്ലെങ്കിൽ കൂന്തൽ. ഇതിൻ്റെ ആദ്യം ഈ തൊലി ഉരിഞ്ഞ് മാറ്റണം. ഉരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഇത് മാറ്റിയ ശേഷം ഇതിനകത്തൊരു കറുത്ത സാധനമുണ്ട്. അപ്പോൾ അത് ഇതിങ്ങനെ വലിച്ച് എടുക്കണം. എടുക്കുമ്പോൾ ഈ കറുപ്പ് ഇത് എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചീത്തയാവും. ഇതാ ഇത് കളഞ്ഞതിന് ശേഷം ഇതിനകത്തൊരു ഇങ്ങനൊരു സാധനമുണ്ട്, അത് കൊടുത്ത് മാറ്റണം. ശേഷം ഇനി ബാക്കി അരിഞ്ഞിട്ടതിന് ശേഷം കാണിക്കാം. ബാക്കി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴിയതുകൊണ്ടാണ് ഈ മഞ്ഞ കളറിലിരിക്കുന്നത്. ഇത് ലാസ്റ്റ് കഴുകി വരുന്നതാണ്. കുറേ വെള്ളം കഴുകി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഇട്ട് ലാസ്റ്റ് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇനി തോരൻ ആക്കുമ്പോൾ കാണിക്കാം. മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്, വറുക്കാനാണ്. വറുത്തതിന് ശേഷമാണ് തോരനാക്കുന്നത്. അടുത്ത് മുളക് പൊടി, അടുത്ത് ഗരം മസാല ഇത്രയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം തോരനായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. വറുത്തിട്ടാണ് തോരനാക്കുന്നത്. ഇനി അടുത്ത് തോരനാക്കുമ്പോൾ കാണിക്കും. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ആകാറായി. അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഫ്രൈ ആക്കുന്നുണ്ട്. ശരി, ഓക്കെ. ഇത് വേണം. മതി. തോരനത്തിനുള്ള അരപ്പിടണം. ശരി, തോരനെല്ലാം റെഡിയായി. കണവത്തോരൻ അല്ലെങ്കിൽ കൂന്തൽ.